ഹായ് ഗായ്സ്, വെൽക്കം ടു ഡ്രീം ലൈഫ്. വെൽക്കം ടു ടുഡേ, രണ്ടാമത്തെ ഡേ. ഓണം, ഉത്രാടം, ഇത് തിരുവോണം. അപ്പോ ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം ടു ഓൾ. ഗൈസ്, എന്റെ കോസ്റ്റ്യൂമും കണ്ട, എന്റെ കോസ്റ്റ്യൂമും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ഉള്ളിക്ക് വേണ്ടി എടുത്താണ്. അപ്പൊ കുറച്ചധികം തുണി ഞങ്ങൾ എടുത്തിട്ട്. അങ്ങനല്ല ഗൈസ്, നേരെ തിരിച്ചാണ് ഗൈസ്. എന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ഇവരുടെ കൂടെ ഒരു ഫോട്ടോ, പക്ഷെ ഇതാണ് കേട്ടോ കളർ ആയത്. എല്ലാവർക്കും ഇതാ ഇഷ്ടമായത്. അപ്പൊ നമ്മുടെ കല്യാണ്ട തുണിയാണ് അല്ലേ? എന്താ പറയുക, അച്ചറക് മെറ്റീരിയൽ. അതാണ് ഇത്. എന്റെ ഇൻഫ്ലുവൻസ് ഒരാളും കൂടി ഉണ്ട് ഞങ്ങളില്. ഇത് അവിടെ നിന്ന് കൊട്ടുണ്ട്. അക്കു ഇവിടെ വാടാ, ഇവിടെ വാ. ഇതെന്താ കയ്യില്? ഹാപ്പി ഓണം പറയൂ. അപ്പൊ ഞങ്ങളൊന്നുമില്ല, ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ തിരുവോണത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വിശേഷം വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാ, നമ്മുടെ കട തുടങ്ങിയിട്ട് 1 year ആയി. അപ്പോ അതിന്റെ ഒരു ചെറിയ ഇതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. എത്തില്ലെന്ന് അറിയില്ല. എത്തുകയാണെങ്കിൽ നമ്മൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യും. ഓക്കെ, തിരുവോണല്ലേ, എല്ലാ വീടുകളിലും ആഘോഷങ്ങളല്ലേ. അപ്പൊ അവർക്ക് അതിനിടയിൽ വരാൻ പറ്റില്ലെന്ന് അറിയില്ല. വരികയാണെങ്കിൽ ഞങ്ങള് കടറ ഒരു സെലിബ്രേഷൻ കൂടി ഇതിൽ ആഡ് ചെയ്യും. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. അപ്പൊ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോ ഞങ്ങൾ വിചാരിച്ചു എന്തത്ര തിരക്ക് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ഗായ്സ്, ഇത് തിരുവോണല്ലേ എന്നുള്ളത്. നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ. എല്ലാവരും അമ്പലത്തേക്ക് വന്നിറക്കാണ് ഗായ്സ്. ഇതവിടെ അടിപൊളി പൂക്കളിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പൂക്കളം കണ്ടപ്പോൾ മുതൽ വിചാരിക്കുന്നത് ഇത് എത്ര സമയം എടുത്തിട്ടുണ്ടാവില്ല അവരുടെ അവിടെ വീട്ടിലെ പൂക്കളുടെ ഒരു 5 minute ഓക്കെ ഓർക്കാൻ കൂടെ പോയി. അവർ സമയം ഒരുപാട് എടുത്തിട്ടുണ്ടാവും. നല്ല രസത്തിൽ പൂക്കളിട്ടുണ്ട്. അപ്പൊ അക്കുവിന് ഞാൻ വലിച്ചുകൊണ്ടത് വേറെ ഒന്നുമല്ല ഗായ്സ്, അവിടെ എന്താ പറയുക, അവൻ്റെ ഏരിയ കണ്ടപ്പോൾ, അതായത് കളിപ്പാട്ടങ്ങൾ ഒരുപാടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായപ്പോൾ അവൻ അങ്ങോട്ട് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗൈസ്, ഞങ്ങൾ തിരുവോണമൊക്കെ അല്ലേ, അപ്പോൾ അതിഗംഭീരമായിട്ട് പൂക്കളിടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കാണ് കേട്ടോ ഗൈസ് പൂക്കൾ ഇടുന്നത്. അപ്പോൾ ഞാൻ പൂക്കളിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് എൻ്റെ കലാവിരുദ്ധാണ് ഇത് ഫുള്ള് കാണുന്നത്. അങ്ങനെ പൂക്കളം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അല്ല കേട്ടോ ഗൈസ്, ഞാനും കണ്ടായിരുന്നു അവിടെ എങ്ങനെയൊക്കെയോ ഇട്ട് തീർത്ത്. അമ്മ പറഞ്ഞു അമ്മ ഇടാന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇടാൻ വേണ്ടിയിട്ടതാണ്. പിന്നെ എനിക്ക് ടെൻഷനായി, ഇനിയിപ്പോൾ അമ്മ ഇടണേക്കാട്ടി നന്നാവണ്ടേ. നോക്കുമ്പോൾ അമ്മ ഇടണേക്കാട്ടിയൊക്കെ എത്രയോ നന്നായി ഗൈസ്. ഞങ്ങളുടെ പൂക്കൾ അടിപൊളി പൂക്കളായിരുന്നു. അപ്പോഴേക്കും അമ്മായി അമ്പാടിയൊക്കെ വന്നിട്ട് അവരും കൂടി ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് തിരുവോണത്തിൻ്റെ പൂക്കളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് അക്കു അതിൻ്റെ ഇടയ്ക്ക് അക്കു നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ഗൈസ്. അവ അടിപൊളിയായിട്ട് പൂവൊക്കെ ഞങ്ങൾക്ക് അരിഞ്ഞു തന്നു. എൻ്റെ കൂടി ക്ഷീണിച്ച് പോയിരിക്കുകയാണ് കേട്ടോ. അത് അപ്പം അമ്പാടി ഗസ്റ്റ് ഫസ്റ്റ് വന്നത് ഫസ്റ്റത്തെ അമ്മായി അല്ല, ലാസ്റ്റത്തെ അമ്മായി ഗൈസ്. എൻ്റെ 4ാമത്തെ അമ്മായി കേട്ടോ. അപ്പോൾ അവളാണ് ആദ്യമായിട്ട് വന്നത്. എന്നിട്ട് അവൾ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിന് ശേഷം അക്കുമായിട്ട് അക്കുവിൻ്റെ ഓണക്കോടി ഇട്ട് കൊടുത്തു കേട്ടോ ഗൈസ്. അക്കുവിന് ഓണക്കോടി എടുത്ത് ഡാഡ അറിയാതെ ഞാൻ സർപ്രൈസ് ആയിട്ട് എടുത്ത ഓണക്കോടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അവനൊന്നും ഇടിയിപ്പിക്കാനുള്ള ഒരു ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും സദ്യ കഴിച്ചു കേട്ടോ ഗൈസ്. ഇരുന്നിട്ട് എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയത് ഞാനും അമ്മയും കൂടി ഒറ്റയ്ക്കാണ് ഗൈസ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചു. അടിപൊളിയായിട്ട് സദ്യയും പായസമൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ അത് അപ്പോഴേക്കും എല്ലാവരും ഒരുവിധം വീണ്ടും വന്നു തുടങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അവരുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഓണക്കളികളൊക്കെ കാണാൻ പോയതിന് ശേഷം രാത്രിയായി വീണ്ടും ഭക്ഷണം കഴിച്ചു ഗായ്സ്. രാത്രി ആയപ്പോഴാണ് ബാക്കി എല്ലാവരും വന്നത്. അപ്പോൾ രാത്രി ആയപ്പോൾ ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചു. എല്ലാവർക്കും ഈ ഇത് കഴിച്ച് മതിയായി സദ്യ കഴിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മീൻ കഷ്ണങ്ങൾ ഉണ്ടാകും, കുറച്ചും കൂടി ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ വാങ്ങിച്ചു. അങ്ങനെ എല്ലാവരും പാടെ കഴിച്ച് പിന്നെ വേദപ്പനെ കളിപ്പിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അവൻ വന്നു കഴിഞ്ഞ സമയം പോണതേ അറിയില്ല. അവൻ നന്നായിട്ട് കളിക്കാനൊക്കെ തുടങ്ങിയിട്ട് നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഗായ്സ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ 2 daysത്തെ ഓണൊക്കെ നമ്മൾ അടിച്ചു പൊളിച്ചു. എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പൊ 2 daysത്തെ 1 day വ്ളോഗായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഞാൻ പറയുന്നില്ല ഗൈസ്. ഇതിന്റെ മുന്നേ എടുത്ത് വെച്ച എല്ലാ വ്ളോഗുകളും ഇതിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഓണം കഴിഞ്ഞ മുന്നേ ഓണത്തിന്റെ വീഡിയോ ഇടണമെന്ന് എന്റെ ഹസ്ബൻഡിനോട് അഭ്യർത്ഥിക്കുകയാണ്. മനസ്സിലായോ ചേട്ടാ? അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ 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 കൊടുക്കട കുഞ്ഞാ. Bye bye. Bye bye. Good night.